ഞാനിപ്പം നട്ട ഏലത്തൈകളാട്ടോ എന്ന് നനച്ചു കൊടുക്കട്ടെ. എനിക്ക് എവിടുന്നാണ് ഈ തൈകൾ കിട്ടിയെന്നും എങ്ങനെയാണ് ഏലത്തൈ ഉണ്ടാകലെന്നും എല്ലാം നമുക്കൊന്ന് വീഡിയോയിലോട്ട് എല്ലാം ക്ലിയറായിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. എനിക്ക് എവിടുന്നാണ് ഏലത്തൈ കിട്ടിയതെന്ന് അറിഞ്ഞാൽ തന്നെ എന്നാ വരി നമുക്ക് വീഡിയോയിലോട്ട് പോവാലോ. ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടീല എന്താണെന്നറിയോ? എന്നോട് കുറേ പേര് ഇങ്ങനെ കമൻറ്റിൽ ഞാൻ കണ്ടതാണ്, മറുപടി ഞാൻ കൊടുക്കലും ഉണ്ട്. പക്ഷേ എന്താ കമൻറ്റിൽ വന്നതെന്നറിയോ? നിങ്ങൾ ഏലം നടുന്നു ഒന്ന് കാണിക്കുമോ എന്നുള്ളത്. കാരണം ഞാൻ ഏലം വിളവെടുപ്പൊക്കെ എപ്പോൾ ഇങ്ങനെ കാണിച്ച് നിങ്ങളെ കൊതിപ്പിക്കാറുണ്ടല്ലോ. അപ്പോൾ ഏലം നടിയിലൊന്ന് കാണിക്കുമോ എന്ന് ചോദിക്കലുണ്ട്. അപ്പം ഞാൻ ഏലം നടാൻ പറ്റിയ ടൈമാണ്. അപ്പോൾ മെയ് മാസം ഇനി മഴ തുടങ്ങുകയാണല്ലോ. അപ്പോൾ നട്ടിൽ കൊടുത്താൽ മതി, ഇടയ്ക്കൊരു നനച്ചാലും മതി, സൂപ്പറായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് ഏലം ഞാൻ പിരിച്ച് കുഴിച്ചിട്ട് നടുന്നതും ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെല്ലാം ഞാൻ പ്രിയപ്പെട്ടവരെ കാണിച്ചു തരട്ടോ. എന്നാൽ നിങ്ങൾക്കും അതുപോലെ നടാം. നിങ്ങൾക്ക് ഏലം ഒരു ഇത് കിട്ടിയാൽ മതി, ഒരു തൈ കിട്ടിയാൽ മതി. നമുക്ക് ഏലം ഒരു തോട്ടം നിറയെ പിടിപ്പിക്കാം. എന്നാൽ വരും. ഇതാണ് എൻ്റെ ഒരു ഉണ്ടാന്ന് തന്നെയല്ലേ പറയുക, ഏലത്തിൻ്റെ ഇത് ഒരു തൈ നട്ടതാണ് ഞാൻ, ഒറ്റ തൈ. ആ തൈ കൊണ്ട് ഉണ്ടായത് നോക്ക്, നിറച്ച് കായ്ച്ചു. ഇതാ കണ്ടോ, അതൊക്കെ കായ്യാ. ഇതാ കായ് വരുന്ന പൂവ് നോക്കണം, പൂന്തൊക്കെ കായ് ആയിപ്പോയി. ഇതാ കണ്ടോ, ഇങ്ങനെ നീളത്തിൽ വരുന്ന ഏല നല്ലത്. രണ്ട് തരം ഏല ഉണ്ട് കേട്ടോ. ഒന്നിങ്ങനെ കിടത്തി നിലത്തൂടെ പോകുന്ന പൂങ്കുല, നിലത്തൂടെ പോയിട്ട് പൂവ് കായായി വരുന്നത്. ഇത് കുറച്ച് മേലോട്ടാകുമ്പോൾ ഞാൻ എന്താക്കുന്നറിയോ? ഞാനിങ്ങനെ കുറച്ച് കെട്ടിക്കൊടുക്കും. ആ നിലത്ത് കുനിയും വേണ്ട, ചളിയൊന്നും ആവൂര, നല്ല ഏലം കിട്ടും ചെയ്യും. കണ്ടോ ഏലം ഉണ്ടായത്? അങ്ങനെ തുടങ്ങി ഇത്രക്കുക. പിന്നെ ഈ ഏലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഏലത്തിന് നല്ല വെയിൽ വേണ്ട. അപ്പം എനിക്ക് ഒന്നും നട്ടാലുണ്ടാവൂല, എനിക്ക് വെയിൽ തട്ടുന്ന സ്ഥലമില്ല എന്ന് പറയുന്നവരില്ലേ, അവർക്ക് ബെസ്റ്റാണ് ഏലം നടൽ. ഏലത്തിന് അങ്ങനെ വെയിലേ വേണ്ട. നമ്മളേതെങ്കിലും ചെടിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി നടുക. ഇതെൻ്റെ ഫ്രൂട്ട്സ് തോട്ടാ, അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ടാണ് ഞാൻ ഏലം നടുന്നത്. ഞാൻ ഏലനി പറിച്ചെടുത്ത് നടുന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒരു ഉണ്ടയിൽ നിന്ന് കുഴിച്ചെടുത്തിട്ട് കഴിഞ്ഞല്ല നട്ടത്. അത് 1 2 3 4 5 6 7 8 നല്ല ടൈം ഇപ്പാണല്ലോ. അപ്പം ഞാൻ ഇനിയും നിറച്ചു നടാൻ പോവുക. ഇതാ പൂവിട്ട്, കഴിഞ്ഞ കൊല്ലം നട്ടോ പൂവിട്ട് കണ്ടോ, പൂവിട്ട് കായയായി. ഇതാ അതിങ്ങനെ തൈ വരല്ല കണ്ടോ, തൈ ഒക്കെ തയ്യാ. ഈ തൈ ഇങ്ങനെ പിരിച്ചെടുത്തിട്ട് നമ്മൾക്ക് വേറൊരു കുഴി വെച്ചങ്ങ് നടുക. എന്നിട്ട് അന്നേരം ഒന്നും ഞാൻ പോട്ടി മിക്സ് ഇടണ്ട, ആളായി വരും, തെളിയൊന്ന് കണ്ടാൽ നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ ഇതിനൊന്ന് തൈ എടുക്കട്ടെ കേട്ടോ. എൻ്റെ തോട്ടം ഇങ്ങനെ ഒന്നും അല്ലേ, ഞാൻ എപ്പം നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ പണിയിലേക്ക് പോയിട്ട് പൂച്ചെടിയിലേക്കും പോകും. അങ്ങനെ എൻ്റെ ഏലത്തോട്ടം കുറച്ചൊരു പുല്ല് നിറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടുന്ന് എടുക്കാൻ നോക്കുമ്പോൾ ഇതൊക്കെ കായായി. ഇതാണ്ടോ കായ് വന്നാണ്ടോ, ഇതിലെല്ലാം വന്ന്. ഇപ്പം ഇത് എടുക്കുന്നില്ല, ഇതിൽ നിന്നാണ് ഞാൻ പിരിക്കുന്നത്. ഇതിൽ 3-4 ഉണ്ട്. ഇത് നല്ലതാണ്. കല്ലുണ്ടോ ഇങ്ങനെ വാഴ പിരിച്ച് കുഴിച്ചിടുന്നില്ലേ, അതുപോലെ അതന്നെ സംഭവം. ആ കണ്ടോ, ഇവിടെ ഒക്കെ ഓരോരോ തെങ്ങിൻ്റെ മരത്തിൽ കൊണ്ടുപോയിട്ടിട്ട് ഞാൻ തോട്ടത്തിൽ നിന്ന് പണിയെടുക്കുമ്പോൾ ഞാൻ എൻ്റെ പാമ്പ് ഷൂ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് പേടിയാ. ഞാൻ കൊത്തിങ്ങോട്ട് എടുക്കട്ടെ. അങ്ങനെ കുഴിച്ച് ഇതാ ഇങ്ങനെ കിട്ടിയല്ലോ. ഇതാ അതിലൊക്കെ ഉണ്ട്, ഇതൊക്കെ ഉണ്ടായിക്കുള്ളൂ, അവിടെ നിന്നോട്ടെ. ഇങ്ങനെ ഇതിങ്ങോട്ട് എടുക്കുക. ഇവിടെ ഒരു തൈ വരുന്നുണ്ട്. ഇതാ ഇത് 2 തയ്യാ. 2 തൈ എന്നുള്ള ഒരു തൈ തന്നെ പറ്റുള്ളൂ. ഇത് പൊട്ടിക്കണ്ടാന്ന് തോന്നുന്നു. ഇതൊന്നെടുക്കാം, ഇതൊന്നാക്കാം. ഇവിടെ 2 അന്നവത്തിന് ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ നട്ടുണ്ടാക്കിയതാ, അതൊക്കെ പറിച്ച് ചാടിയതാ. അങ്ങനെ 2 ഒന്നിൽ നിന്ന് ഞാൻ ഇവിടുന്ന് ഞാൻ കുഴിച്ച് മാറ്റുന്നത് എന്താ അറിയോ? ഇവിടെ ഒക്കെ ഉണ്ട്
തിങ്ങിപ്പോണ്ട. ഇതാ അങ്ങോളുണ്ട്. തിങ്ങിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയാണ് ഞാൻ ഏലം നടുന്നത്. കണ്ടോ? ഇതും വേണമെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ട് മാറ്റാം. ഞാൻ രണ്ടെണ്ണം പൊട്ടിക്കുന്നുണ്ട്, കവറിൽ നടുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ തന്നെ കൊണ്ടുപോയിന്നത്. ഇപ്പം ഞാൻ മെല്ലെ അങ്ങ് പൊട്ടിക്കട്ടെ. ഇത് എല്ലാം പൊട്ടിക്കട്ടെ. ഒന്നും ആവാണ്ടക്കട്ടെ ഏലത്തിന്. ഇപ്പം രണ്ടെണ്ണം ഒന്നുമെന്ന് തന്നെ ഞാൻ മെല്ലെ പൊട്ടിച്ചിട്ട് ഇത് രണ്ട് പാത്രത്തിൽ നട്ട് വേര് പിടിപ്പിക്കും ഞാൻ. ഇത് രണ്ടും ഞാൻ നടാൻ പോവാ. ഇത് രണ്ടെണ്ണല്ല, ഇതും എന്താ ഇതും ഇതിലൊക്കെ വരുന്നുണ്ട്. മുറിക്കുമ്പോൾ പേടിയാവുക. കത്തി ഇങ്ങോട്ട് എടുത്തുമില്ല, തോട്ടത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ ഒന്നിൽ നിന്ന് എനിക്ക് എത്ര കിട്ടിയെന്നറിയോ? 1 2 3 4 5. ഇനി ഞാൻ നടട്ടെ കേട്ടോ. പിന്നെ ഇവിടെയാണ് ഞാൻ നടുന്നത്. ഇന്നോർത്തും കല്ല മണ്ണ് കുറച്ച് നനവുണ്ട് കേട്ടോ. കുറച്ച് മണ്ണുള്ള ഭാഗം കിട്ടണം. ഇതാ കുഴിച്ച് ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഞാനിങ്ങനെ നടുന്നേ ഉള്ളൂ. നട്ടിട്ട് തെളിഞ്ഞ് ഉഷാറായി എന്ന് കണ്ടാൽ ഞാൻ എന്താക്കും അറിയോ? പോട്ടി മിക്സൊക്കെ ഇട്ടു. അപ്പം ഞാൻ നടട്ടെ കേട്ടോ. ഇതാ വേരൊക്കെ ആയി നിൽക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല ഉഷാറുണ്ടാവട്ടെ. എനിക്ക് ഏല ഇഷ്ടം പോലെ കിട്ടിയതാ. ഇനിയും ഉഷാറിൽ കിട്ടട്ടെ. പാമ്പുകൾ വിളയാടുന്ന സമയം അത് ഉറട്ടിയില്ല. നല്ല നോക്കുന്നുണ്ട് കേട്ടോ. നമ്മളെന്തെങ്കിലുമൊക്കെ നട്ടാൽ തോട്ടത്തിൽ നമ്മൾ പണിയെടുക്കൂ. ഒക്കെ വലിച്ചെറിഞ്ഞ ഇതങ്ങനെ അങ്ങ് മണ്ണിട്ട് മൂടുക. ഞാൻ നടുന്ന രീതിയാട്ടോ. ഞാൻ നടുന്ന രീതി അത് എനിക്ക് അതുകൊണ്ട് നല്ല കിട്ടിയിട്ടുണ്ട്. നനത്തിയൊന്നും വേണ്ട, നല്ല നനവുണ്ട്. നട്ട് കഴിഞ്ഞു. ഇനി താങ്ങൊന്നും കൊടുക്കേണ്ടത്, അതിനത്രയുള്ള വലിപ്പമായില്ല. ഇതൊക്കെ നട്ടവൻ താങ്ങ് കൊടുത്തിരുന്നു. ഇതെല്ലാം നട്ടവൻ. ഒരു വീടാണെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണമെന്നറിയോ? കുറച്ച് ഇഞ്ചി വേണം, കുറച്ച് പുതിന വേണം, കുറച്ച് ഏലം വേണം, മല്ലിച്ചപ്പ് വേണം, എല്ലാം. കറിവേപ്പില പറയണ്ട, കറിവേപ്പില നിർബന്ധം എല്ലാത്തിനും. അതൊക്കെ നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാനാവും. നിങ്ങൾ നഴ്സറി പോയിട്ട് ഒരു തൈ വാങ്ങുക, ഒരു ഏലത്തിൻ്റെ. എന്നിട്ട് നട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷമാകുമ്പോൾ അതിൻ്റെ ചുറ്റും 10-15 തൈ ഉണ്ടാവും. അപ്പോൾ അത് വീണ്ടും നമ്മൾ 2-3 എണ്ണം അതിന് പിരിച്ചെടുക്കുക വീണ്ടും. അങ്ങനെ നമുക്ക് തോട്ടത്തിൻ്റെ സൈഡിലൂടെയൊക്കെ എങ്ങനെ നട്ട് കൊടുത്താൽ ഏലത്തിന് വലിയ ഒരു വളപ്രയോഗമൊന്നും ഞാൻ ചെയ്യലില്ല. ഏറ്റവും വേണ്ടത് തണലും നനയും. നന വേണം. നനച്ചാൽ എപ്പോൾ നല്ല കായ്ക്കും. അങ്ങനെ ഉണ്ടാകുന്നത് അതൊക്കെ കണ്ട് എത്ര പെട്ടെന്നൊക്കെ കണ്ടോ. അത് എല്ലാം പൂവിട്ട് കായ്ച്ചു. ഏല എന്തിനൊക്കെ എടുക്കാമെന്നറിയോ? പാചകത്തിന്. ഞാൻ ചായയിൽ വരെ, ചായയിൽ കാപ്പിയിൽ എല്ലാം ഞാൻ ഏല ഇടും. ചായ, കാപ്പി, പായസം, പിന്നെല്ലാം ഇറച്ചിക്കറി എല്ലാത്തിനും ഇടും. ബേക്കറിക്ക്, പിന്നെ ആയുർവേദ കടക്കാർക്ക് ഏലം വേണം. പിന്നെ ഏല നമ്മൾ കഴിച്ചാലുണ്ടല്ലോ നമുക്ക് പിന്നെ ഏലത്തിൻ്റെ പച്ച ചവച്ചാൽ വായുനാറ്റവും നല്ല ശുദ്ധ നല്ല വായുനാറ്റം തന്നെ കുറയും. ഞാൻ പച്ച ഏല ഇങ്ങനെ കടിച്ചിതാക്കിയാൽ മതി. പിന്നെ നല്ല സുഗന്ധമാണ്. അങ്ങനെ എല്ലാം കുറേ ഗുണങ്ങളുണ്ട്. ഏലത്തിന് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങി നോക്കി. ഒരു 100 ഗ്രാം പോയി ചോദിച്ചു നോക്കി ഏലത്തിൻ്റെ വില അറിയണമെങ്കിൽ അപ്പം നമ്മൾ കണ്ണ് തള്ളുക. അന്നേരം നമുക്ക് നട്ടാൽ മതിയായിരുന്നു. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ നടുന്ന പോലെ നടുന്നവരുണ്ടല്ലോ. അപ്പം ഞാൻ ഏലം നട്ട് നിങ്ങൾ നഴ്സറി പോയിട്ട് ഒരേലം ചോദിച്ചു വാങ്ങണം കേട്ടോ, ഒരേലത്തൈ. പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കും ഏലത്തിൻ്റെ വിത്ത് നട്ടാലുണ്ടാവുമോ? അത് ഞാൻ ഇതുവരെ മുളപ്പിച്ചിട്ടില്ല.
വിത്ത് അതുണ്ടാവുമോ എനിക്കറിയില്ല. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഒരാൾ ഏലത്തൈ ഉണ്ടാക്കിയത് വിത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് മണ്ണിലിട്ടിട്ടൊക്കെ. അതുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെയാ വാഴ പിരിച്ച് കുഴിച്ചിടും പോലെ കുറേ എണ്ണം ആകുമ്പോൾ അതൊക്കെ അത് പിരിച്ച് കുഴിച്ചിടും. അങ്ങനെയാ. പിന്നെ അതൊക്കെ ഞാൻ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഏലം തന്നെ വെട്ടി താഴ്ത്തു കൊടുത്തത്. അതിൻ്റെ കാട് പോക്കിയതാ. ഇനി ഞാൻ കുറച്ച് ഏലം എടുത്തുവെച്ചല്ലോ, ഇത് ആ കവറിൽ നട്ട് പിടിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ അപ്പുറത്തെ പറമ്പിലൊക്കെ നടാമെന്ന് വിചാരിച്ചു. ഇവിടെ പിന്നെ എൻ്റെ കണ്ണെത്തുന്നത് ഞാൻ നനച്ചാൽ മതിയല്ലോ. ഇങ്ങനെയാണ് ഞാൻ ഏലം നടാറ്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഏലം നടാറെന്നുള്ളതൊക്കെ ഒന്ന് പറയണേ, പരിചയമുള്ളവർ. ഇത് എൻ്റെ ഒരു ഏലത്തിൻ്റെ ഉണ്ടയാണ്. അത് ഞാൻ അങ്ങനെ കാണിച്ചു തരുന്നത് എന്താണെന്നറിയാൽ നിങ്ങൾക്കും എൻ്റെ കണ്ട് നന്നാക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ ചുറ്റും ഒന്ന് മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കണം, എന്നാലേ ഇനി നന്നായിട്ട് ഇത് വരുള്ളൂ. പിന്നെ എൻ്റെ ഏലം കൃഷി കണ്ടിട്ട് ഇടുക്കിയിലാണ് ഏലം കൃഷിക്കാരുള്ളത്. അവർ ഇതിനേക്കാളൊക്കെ മിടുക്കന്മാരാട്ടോ. ഞാൻ ചെയ്യുന്നതേ ഞാൻ പറയുന്നുള്ളൂ. ചുറ്റും നന്നാക്കിയിട്ട് മണ്ണിട്ട് കൊടുക്കും. കുറച്ചൊക്കെ പണി നമുക്ക് എടുക്കാമല്ലോ. ഇതൊക്കെ വീട്ടാവശ്യം. അന്നത്തെ ഒരു ഇഞ്ചി കിട്ടി, ഞാൻ ഇഞ്ചിക്ക് തപ്പി നടന്നു, ഞാൻ മുളച്ചും ചെയ്യുന്നു. ഇതേ വാഴ വെച്ച സ്ഥലം എല്ലാം ഞാൻ നട്ടുപിടിപ്പിക്കല്ലോ. ഇതെങ്ങനെ അങ്ങ് മണ്ണിട്ടിരിക്കുക. ഇനി ഇതങ്ങ് ഉഷാറാവും. പിന്നെ പുല്ലൊക്കെ പറിച്ചു കൊടുക്കുക. ഈ വള്ളി ഇരുന്നാ വന്ന് ഭയങ്കര വള്ളി വരുത്താ ഇതിന്. കാരണം ചുറ്റും വേര് കണ്ടോ, ഇതൊക്കെ വേര്. അതിൻ്റെ വേര് വന്ന് കണ്ടോ, ഇവിടം വരെ എത്തി. അങ്ങനെ നന്നാക്കി കൊടുക്കുക. എങ്ങനെയാണ് പഴയത് നന്നാക്കുക എന്നുള്ളതാട്ടോ ഞാൻ കാണിച്ചിരുന്നത്. എപ്പോൾ മണ്ണ് ഇങ്ങനെ തട്ടി കൊടുക്കണം. മഴയിൽ ഒരുക്കുണ്ട് ഇവിടെ, മഴ തുള്ളിയിടുന്നുണ്ട്. ഇത് നന്നാക്കി പോയത് ഇനി മഴ പെയ്തോ വീണ്ടും മുളച്ച്. ഇതൊക്കെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഒരു മണ്ണ് ഇങ്ങനെ തട്ടി കൊടുത്താലേ തൈ വരുള്ളൂ. തൈ വരുമ്പോഴേ കായ് വരുള്ളൂ. എങ്ങനെയുണ്ട്? ഇതാ കണ്ടോ, ഇതാ 1 2 3 4 5 6 7 8 ഒക്കെ കുല ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. കൈക്കോട്ടുമണി എടുക്കുമ്പോൾ ഞാൻ കതുക്കും. ഇത് അത്രേ ഉള്ളൂ. ഉള്ളിൽ അങ്ങിട്ട് കൊടുക്കട്ടെ. ഇനി എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ അല്ല എന്നുള്ളത് ഇടുക്കിക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണേ. അവരെങ്ങനെയാണെന്നുള്ളത്, നിങ്ങളെങ്ങനെയാണെന്നുള്ളത്. ഞാനെങ്ങനെയാണ് എനിക്കല്ലോ കിട്ടണമുണ്ട്. ഇതൊരു ഉണ്ട. ഇതിപ്പോൾ ഞാൻ അടുത്ത കാലത്ത് നട്ടതാണ്. ഇനി കണ്ടോ, അത് പുതിയതുണ്ടായി, പുതിയ തള്ളിൽ വരുന്നത് കണ്ടോ. അതിന് പൂങ്കുല വരാൻ തുടങ്ങി. ഇതൊന്ന് ഇനി വേറെ കാണിച്ചു. ഇതാ ഇവിടെയൊക്കെ ഏലം കണ്ടോ, കുറേ വെട്ടി പോക്കാണ്ട്. അതിന് ഒരു ദിവസം പണിയെടുക്കണം. ഇതാണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ നിറച്ച് ഇതാ. കഴിഞ്ഞ കൊല്ലം എന്നോട് പറഞ്ഞ് നിങ്ങൾ വെട്ടിയെടുക്കരുത്. അങ്ങനെ ഞാൻ വെട്ടിയെടുത്തില്ല. ഇപ്പം പിന്നെ എനിക്ക് വരാനും കഴിഞ്ഞില്ല തോട്ടത്തിലേക്ക്. അങ്ങനെ ഇത് പഴയതാ. ഈ ഒരു ഉണ്ടയാണ് എൻ്റെ ഫസ്റ്റിലെ ഏലം. ഇതാണ് എൻ്റെ മദർ പ്ലാന്റ്. ഇതെനിക്ക് എങ്ങനെ കിട്ടിയെന്നറിയോ? എനിക്ക് ഏലം നടാൻ ഭയങ്കര കൊതി. അങ്ങനെ ഞാൻ കുറേ ആളോട് ചോദിച്ചു, ആരെടുത്തും ഏലമില്ല. അങ്ങനെ ഇവിടെ ലോറിക്കാർ വരും മെയ് മാസം. അപ്പോൾ അവരെന്താക്കുക അറിയോ, ഓർഡർ എടുക്കാൻ വരും. ചെടികൾക്കുള്ള നഴ്സറിയിൽ നിന്ന് വണ്ടി വരും. അപ്പോൾ ഞാനോടൊക്കെ ചോദിക്കും, നിങ്ങളെടുത്ത് ഏലം ഉണ്ടോ? അവരും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ വിഷമിച്ച് ഏലം കിട്ടൂരയ്ക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാനാണ് ഭയങ്കര ആഗ്രഹത്തിൽ. അങ്ങനെ ഒരു മാസമായില്ല. അന്നേരം എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഏലുണ്ട് ഒരാൾ കുഴിച്ചിട്ട് വെച്ചിന് എൻ്റെ തൈകളൊക്കെ എനിക്ക് വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞിരിക്കുന്നു. എൻ്റെ അമ്മോ, ഞാനൊരു ഓട്ടോ ഓടിയിട്ട് ഏലം
അങ്ങനെ നട്ട ഏലത്തുമെന്ന് ഞാൻ ഈ തോട്ടം നിറയെ പിടിപ്പിച്ചു. അങ്ങനെ എനിക്ക് ഏലം വിളവെടുക്കുന്ന സമയത്ത് ഒരു ചാക്ക് ഏലമൊക്കെ കിട്ടും. എൻ്റെ കുടുംബത്തിനൊക്കെ ഞാൻ ഏലം വിതരണം ചെയ്യും. എനിക്ക് ഇവിടെ വരുന്നവർക്ക് എന്നെ കാണാൻ വരുന്നവർക്കൊക്കെ ഞാൻ ഏലം കൊടുക്കും. അങ്ങനെ എത്ര റാക്കിൻ്റെ ഏലം കിട്ടിയെന്നറിയാം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയലുണ്ടല്ലോ എപ്പോൾ. പിന്നെ കൃഷിയെടുത്താൽ ഞാൻ കൂടുതൽ വിതരണമുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ വിതരണം ചെയ്യുന്നത് പറയരുത് എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ അതൊരു പ്രചോദനമല്ലേ, നമ്മൾ ഉണ്ടാക്കുന്നത് സന്തോഷമല്ലേ, ഞാൻ അങ്ങനെ പറയുന്ന കേട്ടോ. നോക്കി ഇത്ര ഉണ്ട്, ഇതാ ഇവിടം വരെ ഉണ്ട്. അപ്പോൾ ഏലത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു തണലാണ് വേണ്ടത്, നനച്ച് കൊടുക്കണം. അങ്ങനെ കുഴിച്ചിട്ട് ഒരു പിന്നെ കണ്ടം കൊണ്ടുപോയി നട്ടാൽ മതി. പിന്നെ അങ്ങ് സുഖമായിട്ട് മുളച്ച് നിറച്ചും ഉണ്ടാവും. അതങ്ങ് പിരിച്ച് കുഴിച്ചിട്ടാൽ മതി. എൻ്റെ ഏലം അങ്ങനെയാണ് കേട്ടോ. ഏലം നടുന്ന് പറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി ഞാൻ 4-5 ഞാൻ പൊട്ടിച്ച് വെച്ചില്ലേ, അത് ഞാൻ പോട്ടിൽ നടുക കേട്ടോ. പോട്ടിൽ നട്ട് കാണിച്ചു തരാം. ഇനി ഞാനിത് പാക്കിൽ ഒരു കവറിൽ നടന്ന് കാണിച്ചു തരാം കേട്ടോ. ഒന്നിൽ നിന്ന് കിട്ടിയതായത് ഇവിടെ ഒരു വേരുണ്ട്. ആ വേര് മതി പിടിച്ചുണ്ടാക്കാൻ, മുന്നോട്ട് കയറിപ്പോവാൻ. എന്നാ വിരി ഞാൻ നടട്ടെ. കണ്ടോ എൻ്റെ ഏലത്തോട്ടത്തിൽ ഉണ്ടായത് ഇരുമ്പം പുളി എന്തോരുണ്ടായാലുണ്ടായത്. ഞാൻ വന്ന് നോക്കുമ്പോൾ നിറച്ച് വീണും കിടക്കുന്നുണ്ട്, മേലോട്ടുണ്ടായും ചെയ്തിട്ടുണ്ട്. ഇതിന് അച്ചാറൊക്കെ ഇടാം, മീൻകറിയിലൊക്കെ ഇടാം, നല്ലതാ. ഞാൻ 4 തോട്ടത്തിൽ നിന്ന് ഒന്ന് നട്ടും ചെയ്ത് ബാക്കി കൊണ്ടുവന്നും ചെയ്തല്ലോ. അപ്പം അത് ഞാൻ എൻ്റെ കൺമുമ്പിലേക്ക് വെക്കാൻ വേണ്ടി നിൻ്റെ നോട്ടം വേണം എപ്പോൾ. കാരണം അത് ചെറുതാണ്. അപ്പം ചെറുതാവുമ്പോൾ ഞാനൊക്കെ മണ്ണ് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഇടുന്നെങ്കിൽ നോക്കിയിട്ട് കാര്യമല്ല, ഒക്കെ ഞാൻ ഇപ്പം ഇട്ട് വെച്ചതാണ്. അതുകൊണ്ട് നല്ല ശ്രദ്ധ ഉണ്ട് എല്ലാത്തിനും ഇട്ടിട്ട്. ഇനി ഞാൻ നടാൻ പോവുക കേട്ടോ. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. നല്ല അടിപൊളിയായിട്ടുണ്ടാവട്ടെ. നന കിട്ടിയാൽ മതി, വെയിലത്ത് വെക്കിയില്ല. അങ്ങനെ ഞാൻ കുറേ ചെടികളുണ്ട്, ഐസിയുവിലുണ്ട്. എനിക്കിൻ്റെ എന്നെ പുതിയ സ്റ്റാൻഡിലേക്ക് നറക്കാൻ ഞാൻ എത്ര പിടിപ്പിച്ചെന്നറിയോ. ഇതൊക്കെ ഞാൻ അടിച്ച് വാരുമ്പോൾ കിട്ടുന്ന നല്ല വളക്കൂറുള്ള മണ്ണാണ്. അതാ ഞാൻ ഇങ്ങനെ കവറിൽ അങ്ങ് എടുത്ത് വെക്കും. ഓരോ ആവശ്യം നമുക്ക് ചെടി നടുന്ന ചെടി ഭ്രാന്തന്മാർക്ക് ഇതല്ലല്ലേ പണി, നടല്. അങ്ങനെ ഏലത്തിൻ്റെ ഇത്രേ ഉള്ളൂ, നമ്മൾ മെനക്കെട്ട അത്രേ ഉള്ളൂ. ആളായി കഴിഞ്ഞിട്ട് നമ്മൾ തോട്ടത്തിൽ കൊണ്ടുപോയി നട്ടാൽ മതി. മഴക്കാലം ഇങ്ങോട്ട് പിടിച്ചാൽ ഇത് കൊണ്ടുപോയി നട്ടാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കണം, പോയി കിടന്നുറങ്ങിയാലും മതി, ഒരു കുഴപ്പമില്ല. ഇന്നലെ ഞാനൊരു കല്യാണത്തിൽ പുരേക്കൂടലിൽ പോയപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുറേ പേരുണ്ട്. അവരൊക്കെ പറയുക എന്നെ വട്ടം കൂടുന്നുണ്ട്. അവർക്ക് എന്നെ കണ്ടപ്പോൾ അവർ പറയുക അവരൊക്കെ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ട്. എന്നെ കാണുന്നവരൊക്കെ അതാ പറയുന്നത് കേട്ടോ. ചക്കമടൽ കമ്പോസ്റ്റ് ഉണ്ടാക്കി, കരിയിലുണ്ടാക്കി. അതുകൊണ്ട് ഗുണം എന്താ, വീടും പരിസരവും നല്ല വൃത്തി ഉണ്ടാവും. ഒക്കെ പുല്ല് ഉണങ്ങിയാൽ പോലും ഉണങ്ങിയ പോലെ കിടക്കും. എന്നിട്ടിങ്ങോട്ട് ഒരാളാവലുണ്ട്, വല്ല ശ്രദ്ധിക്കണം പുല്ല് പറിച്ചാൽ, വേരോടുള്ള പുല്ലാണെങ്കിൽ. ഇത്രേ പണിയുള്ളൂ. അപ്പം ഇന്ന് എനിക്ക് 4 തൈ 5 എണ്ണ ഒന്ന് നട്ട് 4 തൈ കിട്ടി. എൻ്റെ ഏലത്തിന് കുറച്ചൊക്കെ മണ്ണിട്ട് കൊടുത്ത്. ഇനി പൂവിടുന്നൊക്കെ ഞങ്ങളെ കാണിച്ചു തന്നില്ലേ. അങ്ങനെ വിജയകരമായിട്ട് എനിക്കിന്ന് ഇത്ര കിട്ടി. നമ്മൾ മനസ്സ് വെച്ചാൽ ഒന്ന് ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ ഞാൻ. ഇപ്പോൾ ഒരു പൂവ് ആഗ്രഹിച്ചിട്ട് ഒരു പൂന്തോട്ടം തന്നെ എന്ന് പറയും പോലെ തന്നെ ഞാൻ ഒരേല ആഗ്രഹിച്ചിട്ട് എനിക്കൊരു തോട്ടം ഫുള്ള് ഏല. എന്നിട്ട് ഏല സമയത്ത് ഞാൻ ഏലം വിളവെടുക്കാം. നമുക്കെല്ലാം വേണമല്ലോ വീട്ടിൽ. ഇപ്പം കണ്ടല്ലോ ഞാൻ ഏലം നട്ടത് എങ്ങനെയാണെന്നുള്ളത്. ഇതിൽ കുറച്ചും കൂടി ഒരു മണ്ണിൻ്റെ കുറവുണ്ട്, ചെരിഞ്ഞിക്കുക. മണ്ണ് എടുത്തില്ലേ, ഇനി ഇത് മതിയെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഏലം നട്ട് കഴിഞ്ഞു. എൻ്റെ സംശയത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ, പിന്നെ നിങ്ങൾ എന്നോട് സംശയം ചോദിച്ചിട്ട് ഇപ്പം കിട്ടിയില്ല ഏലം എങ്ങനെ നടുന്നതെന്നുള്ളത്. ഞാൻ നടുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. മണ്ണ് കുഴിച്ച് നടുക. ഇനി ഞാൻ കുറേ കഴിഞ്ഞിട്ട് കരിയില കമ്പോസ്റ്റ് ഇടും, മണ്ണ് കൂട്ടി കൊടുക്കും, വേനൽക്കാലത്ത് നനച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ തന്നെ എൻ്റെ ഏല കൃഷി. നല്ലോണം എനിക്ക് ഏലം കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ.
ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.